ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്ന നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വാനില പുഡിംഗ് ഡെസേർട്ടാണ്. ഫ്രൂട്ട്സൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആരെങ്കിലും ഈ ചാനൽ ഇന്ന് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തേ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് ഇതിനകത്തുള്ള വാനില പുഡിംഗ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിനകത്തോട്ടേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 2.5 ടേബിൾ സ്പൂണിനടുത്ത് കോൺഫ്ലോറാണ്. മധുരത്തിന് ഒരു 6-7 ടേബിൾ സ്പൂണിനടുത്ത് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നുണ്ട്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ടേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഫുൾ ക്രീമായിട്ടുള്ള പാൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടയൊന്നും ഇല്ലാത്ത രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിനകത്തോട്ട് പുഡിംഗ് നമുക്ക് റെഡിയാക്കി എടുക്കണം. പുഡിംഗ് റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് ഞാനൊരു പാത്രത്തിനകത്തോട്ടേക്ക് ഒരു 400 ml പാലാണ് എടുത്തിട്ടുള്ളത്. ഈ പാല് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് പാലിനകത്ത് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പാല് നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം കുറച്ചിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അപ്പം തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒരു 2 മിനിറ്റ് മാത്രം നമ്മൾ കുക്ക് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് തന്നെ ഇത് നല്ല തിക്ക് ക്രീമി കൺസിസ്റ്റൻസിയിലോട്ടേക്ക് നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ശരിക്കും 2 മിനിറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനകത്തോട്ടേക്ക് 1 ടീസ്പൂൺ എടുത്ത് വാനില എസൻസ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ നമുക്ക് ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അൺസാൾട്ടഡ് ബട്ടറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സാൾട്ടഡ് ബട്ടറാണ് ഉള്ളതെങ്കിൽ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടില്ലേ, ആ സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കിയാൽ മതി. എന്നിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സാൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഇതിനകത്തോട്ടുള്ള ഫില്ലിങ്സിന് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏത് കേക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. കപ്പ് കേക്ക്സ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് സാധാരണ ബേസ് കേക്ക് ഉണ്ടെങ്കിൽ അതോ സ്വിസ് റോൾ ഏത് വേണമെങ്കിലും, ബ്രൗണീസാണ് കയ്യിലുള്ളതെങ്കിൽ അതായിട്ടും യൂസ് ചെയ്യാവുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ കയ്യിലുള്ള ടീ കേക്ക് ആണെങ്കിൽ അതായാലും മതി. എന്നിട്ട് ഇത് നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ കണ്ടില്ലേ, സ്ക്വയർ ഷേപ്പൊക്കെ ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഫ്രൂട്ട്സ് ആണ് ആവശ്യമായിട്ടുള്ളത്. ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതായത് നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ആണുള്ളത് അതിനനുസരിച്ച് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഒരു ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. ആ ആപ്പിളിനകത്തോട്ടേക്ക് ഓറഞ്ച് ജ്യൂസ്, ഓറഞ്ചിനകത്ത് നന്നായിട്ട് പഞ്ചസാര ഇട്ട് ജ്യൂസ് അടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ഓറഞ്ച് ജ്യൂസാണ് ഞാൻ ഇതുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. കൂടെ തന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ചെറുപഴമാണ്. ചെറുപഴത്തിനകത്തോട്ടേക്കും ഈ ഓറഞ്ച് ജ്യൂസ്. അപ്പോൾ ഓറഞ്ച് ജ്യൂസിനകത്ത് അത്യാവശ്യം നല്ല മധുരം ഇട്ടിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാൻ. ഇനി നിങ്ങൾ ജ്യൂസായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല എന്നാണെങ്കിൽ ജസ്റ്റ് പഞ്ചസാര പൊടിച്ചിട്ട് ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഫ്രൂട്ട്സൊക്കെ ഒരുമിച്ചിട്ടിട്ട് പഞ്ചസാരയായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റിയാണ്. പിന്നെ ഞാൻ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. നമുക്ക് ആ സമയത്തൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടെ തന്നെ കുഞ്ഞ് എടുത്തിരിക്കുന്നത് പീച്ചാണ്. അപ്പോൾ ഇതിനകത്തോട്ടേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊടിച്ച പഞ്ചസാര കണ്ടില്ലേ, പൊടിച്ച പഞ്ചസാര ഇതുപോലെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓറഞ്ച് ജ്യൂസ് ഒഴിവാക്കുന്നതാണെങ്കിൽ എല്ലാ ഫ്രൂട്ട്സും ഒരുമിച്ച് ചേർത്തിട്ട് ജസ്റ്റ് പൊടിച്ച പഞ്ചസാരയായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുത്താലും മതി കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് കുറച്ചുകൂടി സ്പെഷ്യൽ ആകാൻ വേണ്ടിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി സെറ്റ് ചെയ്തെടുക്കുന്നതിനായിട്ട് ഒന്നുകിൽ ചെറിയ ചെറിയ ഗ്ലാസ്സിനകത്തോ അതല്ലെങ്കിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കണ്ടില്ലേ വലിയൊരു ഗ്ലാസ് ബൗളാണ്. അപ്പോൾ അത് വേണമെങ്കിൽ അതും ഉപയോഗിക്കാവുന്നതാണ്. അതാകുമ്പോൾ കാണുമ്പോൾ സെർവ് ചെയ്യുന്ന സമയത്തൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. ഇതിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് നമ്മൾ ഈ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന കേക്ക് പീസസ് ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ബേസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കേക്ക് പീസസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഷുഗർ സിറപ്പ്, പഞ്ചസാരയും വെള്ളവും കൂടിയുള്ള മിക്സ്, സാധാരണ നമ്മൾ കേക്കിലൊക്കെ ഉപയോഗിക്കുന്ന ഷുഗർ സിറപ്പില്ലേ, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കുതിർന്ന ശേഷം ഇതിനകത്തോട്ടേക്ക് നമ്മുടെ പുഡിംഗ് മിക്സ് ചെറിയൊരു കോട്ടിംഗ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ ഒത്തിരി അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. ഒരു തിൻ കോട്ടിംഗ് ആയിട്ട് ഇതുപോലെ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് സെപ്പറേറ്റ് ലെയേഴ്സ് ഒക്കെ ആയിട്ട് കാണാം. എന്നിട്ട് മുന്തിരി ഞാൻ ഇതുപോലെ റൗണ്ടിൽ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും സെർവ് ചെയ്യുന്ന സമയത്താണെങ്കിൽ. അതിനുശേഷം പീച്ചാണ് കേട്ടോ. നമ്മൾ പഞ്ചസാരയിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുള്ള പീച്ചാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ പൈനാപ്പിളോ മാമ്പഴമോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ ടോപ്പിലായിട്ട് വീണ്ടും ചെറിയൊരു ലെയർ മാത്രം പുഡിങ്ങിൻ്റെ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് വീണ്ടും ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന കേക്ക് ചേർക്കാം. അതിൻ്റെ ടോപ്പിലായിട്ട് പഞ്ചസാര പാനി തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും പുഡിങ്ങിൻ്റെ മിക്സ്. അപ്പോൾ ലെയേഴ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ മുന്തിരിയാണ് ഞാൻ അടുത്തത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് നമ്മുടെ ചെറുപഴം
ചെറുപഴം മുറിച്ച് വെച്ചിട്ടുള്ളത് മുഴുവനായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് ആണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പുഡിങ്ങിൻ്റെ മിക്സ് ഇടയ്ക്കൊരു ചെറിയൊരു കോട്ടിങ് മാത്രം. ഏറ്റവും ടോപ്പിലായിട്ട് ഞാൻ മുഴുവനായിട്ട് ആപ്പിൾ മുറിച്ചതാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എൻ്റെ ടൂട്ടി ഫ്രൂട്ടി നട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം കൂടുതൽ ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഏറ്റവും ടോപ്പിലായിട്ട് വിപ്ഡ് ക്രീമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്ന. ഏറ്റവും ടോപ്പിൽ നമ്മൾ വിപ്ഡ് ക്രീം വെക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാകുക. കംപ്ലീറ്റ് ആയിട്ട് വിപ്ഡ് ക്രീം വെച്ചതിന് ശേഷം കുറച്ച് ബദാം പരിപ്പ് ഒന്ന് മുറിച്ചെടുത്തിട്ടുള്ളതാണ്, നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കുക. ഏറ്റവും മിഡിലായിട്ട് ചെറിയൊരു ചെറി കൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും. ശരിക്കും നല്ല ടേസ്റ്റാണ്. മുകളിൽ നമ്മൾ കഴിക്കുമ്പോൾ ആ വിപ്ഡ് ക്രീമിൻ്റെ ടേസ്റ്റും പുഡിംഗ് മിക്സും ഫ്രൂട്ട്സും ഷുഗർ സിറപ്പൊക്കെ കൂടിയിട്ട് ശരിക്കും കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണെന്ന് തന്നെ പറയാം. നമുക്ക് പെട്ടെന്ന് വിശപ്പും ദാഹവും ഒക്കെ മാറുമെന്ന് പറയില്ലേ ചില ഡെസേർട്ട്സൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതുപോലെ അടിപൊളിയാണ്. ഇത് ശരിക്കും ഒരു ബ്രിട്ടീഷ് സ്റ്റൈലിലുള്ള ഒരു ഡെസേർട്ട് കൂടിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ, ഫ്രൂട്ട്സൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കൊടുക്കാനാണെങ്കിലും നല്ലൊരു അടിപൊളിയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷ് കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.